റഷ്യയുമായുള്ള കടുത്ത യുദ്ധമുഖത്ത് നിൽക്കുന്ന ഉക്രൈനെ അടിമുടി ഉലച്ചുകൊണ്ട് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ മുൻനിരയിലേക്ക് പോരാളികളെ അയക്കുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക വ്യവസ്ഥിതിയുടെ ഉള്ളറകളെ ചോദ്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉക്രൈൻ സായുധ സേനയിലെ 425ാമത് സെപ്പറേറ്റ് അസോൾട്ടഡ് റെജിമെന്റായ സ്കെലിയയുടെ ഉള്ളിൽ നടന്നതായി പറയപ്പെടുന്ന ക്രൂരമായ പീഡനങ്ങളും ദുരൂഹ മരണങ്ങളുമാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. യുദ്ധക്കളത്തിലെ ശത്രുവിന്റെ വെടിയുണ്ടകളേറ്റല്ല, മറിച്ച് സ്വന്തം കമാൻഡറുടെയും ഉദ്യോഗസ്ഥരുടെയും ക്രൂരമർദ്ദനമേറ്റാണ് ഒരു പറ്റം ഉക്രൈനിയൻ യുവ സൈനികർക്ക് ജീവൻ നഷ്ടമായതെന്ന വാർത്ത പുറത്തു വന്നത് ഉക്രൈനിയൻ സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് റെജിമെന്റ് കമാൻഡറെ അടിയന്തരമായി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലെ പ്രമുഖ മാധ്യമമായ ബാബേൽ നടത്തിയ ധീരമായ അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ് ക്യാമ്പുകളിൽ നടന്ന കൊടും ക്രൂരതകളുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. സൈനിക പരിശീലന ക്യാമ്പുകളിൽ പുതിയതായി എത്തുന്ന റിക്രൂട്ടുകളെ കാത്തിരിക്കുന്നത് അതിക്രൂരമായ അനുഭവങ്ങളായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം കുറഞ്ഞത് 25ഓളം യുവ സൈനികരാണ് ഇത്തരത്തിൽ ട്രെയിനിങ് ക്യാമ്പുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഈ മരണങ്ങളൊന്നും തന്നെ റഷ്യയുമായുള്ള നേരിട്ടുള്ള യുദ്ധമുന്നണിയിൽ സംഭവിച്ചതല്ല എന്നതാണ് ഏറ്റവും ലജ്ജാകരമായ വസ്തുത. ക്യാമ്പുകളിൽ അച്ചടക്കത്തിന്റെ പേര് പറഞ്ഞ് നിയമവിരുദ്ധമായ തടങ്കൽ പാളയങ്ങൾ വരെ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മേലുദ്യോഗസ്ഥരുടെ ആജ്ഞകൾ അനുസരിക്കാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ശാരീരിക അവശതകൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന റിക്രൂട്ടുകളെ കടുത്ത തടങ്കലിൽ പാർപ്പിക്കുകയും കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇവിടെ ഒരു പതിവായിരുന്നു. മേലുദ്യോഗസ്ഥർ തങ്ങളെ അടിമകളെ പോലെയാണ് കണ്ടിരുന്നതെന്നും ചെറിയ പിഴവുകൾക്ക് പോലും മൃഗീയമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടിരുന്നതെന്നും ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരും പരിക്കേറ്റവരുമായ സൈനികർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കമാൻഡറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാണ് ഈ പീഡനമുറകൾ അരങ്ങേറിയിരിക്കുന്നത് എന്ന വിനാശകരമായ വിവരമാണ് ഇപ്പോൾ കമാൻഡറുടെ സസ്പെൻഷനിലേക്ക് നയിച്ചത്. ഈ വൻ വിവാദം ഉയർന്നതോടെ ഉക്രൈൻ ഭരണകൂടവും സൈനിക നേതൃത്വവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉക്രൈനിലെ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേനയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള വീഴ്ചകളും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് ഉക്രൈൻ സായുധ സേനാ നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചു. ആരോപണങ്ങളിൽ പൂർണ്ണമായ സത്യസന്ധത ഉറപ്പാക്കുമെന്നും കുറ്റക്കാർ ആരായാലും അവർക്ക് നിയമത്തിന് മുൻപിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ആഭ്യന്തര അഴിമതിയും ക്രൂരതയും പുറത്തു വരുന്നത് എന്നത് ഉക്രൈന് വലിയ തിരിച്ചടിയാണ്. നിലവിൽ യുദ്ധമുന്നണിയിൽ വലിയ തോതിലുള്ള മനുഷ്യശക്തിയുടെ ക്ഷാമം ഉക്രൈൻ സൈന്യം നേരിടുന്നുണ്ട്. പുതിയ റിക്രൂട്ടുകളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള രാജ്യവ്യാപകമായ ശ്രമങ്ങൾക്ക് ഈ പുതിയ വിവാദം കനത്ത ആഘാതമേൽപ്പിക്കും. സൈന്യത്തിൽ ചേർന്നാൽ സ്വന്തം ഉദ്യോഗസ്ഥരാൽ തന്നെ കൊല്ലപ്പെട്ടേക്കാമെന്ന ഭീതി ഉക്രൈനിയൻ യുവാക്കൾക്കിടയിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലും പടരാൻ ഇത് കാരണമാക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഉക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര സൈനിക പിന്തുണകളെയും ഈ സംഭവം ദോഷകരമായി ബാധിച്ചേക്കാം. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷണത്തിനായി കൂടിയാണ്. ഈ പീഡന വിവരം പുറത്തു വന്നതോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൈന്യത്തിലേക്ക് അയച്ച കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ മക്കൾ അതിർത്തിയിൽ റഷ്യൻ സൈന്യത്തിനോടാണോ അതോ ക്യാമ്പിലെ സ്വന്തം കമാൻഡർമാരോടാണോ പോരാടേണ്ടത് എന്ന നിസ്സഹായമായ ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. റഷ്യൻ മാധ്യമങ്ങളും പ്രൊപ്പഗണ്ട മിഷനുകളും ഈ സുവർണാവസരം ഉക്രൈനെതിരെയുള്ള ആയുധമാക്കാൻ ഇതിനകം തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ സൈന്യത്തിന്റെ തകർച്ചയുടെയും ധാർമ്മിക അപചയത്തിന്റെയും തെളിവായിട്ടാണ് മോസ്കോ ഈ സംഭവത്തെ ആഗോളതലത്തിൽ ചിത്രീകരിക്കുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കും ഈ സംഭവം വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാജ്യത്തിനകത്തെ അഴിമതി തുടച്ചു നീക്കുമെന്നും സൈന്യത്തെ ആധുനിക പാശ്ചാത്യ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും വാഗ്ദാനം നൽകിയ ഭരണകൂടത്തിന് സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ കൊടും ക്രൂരതകൾ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്തിമമായി ഈ പ്രതിസന്ധിയെ ഉക്രൈൻ എങ്ങനെ മറികടക്കുമെന്നത് അവരുടെ യുദ്ധത്തിന്റെ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന ഒന്നാണ്. സൈന്യത്തിനുള്ളിലെ ഇത്തരം കറുത്ത അധ്യായങ്ങളെ മൂടിവെക്കാതെ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് മാത്രമേ ഉക്രൈന് തങ്ങളുടെ ജനങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കൂ. സൈന്യത്തിന്റെ ആഭ്യന്തര ഘടനയിൽ അടിയന്തരമായി പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നാണ് ഈ ചോരക്കറ പുരണ്ട സംഭവം അടിവരയിടുന്നത്.